സിനിമ ഇപ്പോഴത്തെ സിനിമ എന്നുള്ള രീതിയിൽ സംസാരിക്കാറുണ്ടല്ലോ. പണ്ടത്തെ സിനിമാക്കാർ തമ്മിലുള്ള ബന്ധങ്ങൾ ഇപ്പോൾ എല്ലാം കാരവാനിലേക്ക് മാറിയപ്പോൾ ആ ബന്ധങ്ങൾക്കൊരു മൂല്യതകർച്ച വന്നു എന്നുള്ള രീതിയിലൊക്കെ. ശരിക്കും അത് നമ്മൾ പുതിയ കാലത്തോട് അഡാപ്റ്റ് ആവാത്തതിൻ്റെ പ്രശ്നമാണോ? കാരണം പുതിയ കാലത്ത് ഇനി അങ്ങനെയല്ലേ സിനിമ സാധ്യമാവുള്ളൂ. അതായത് ഒരുപാട് കൂട്ടുകാർ അവരുടെ കൂട്ടുകാരുടെ ഇടയിൽ നടക്കുന്ന സിനിമകൾ, അല്ലെങ്കിൽ ചെറിയ വിഷയങ്ങൾ, അല്ലെങ്കിൽ കോണ്ടക്സ്റ്റ് ഇല്ലാതെ, നമ്മൾ പറഞ്ഞ പോലെ കോണ്ടക്സ്റ്റ് ഇല്ലാത്ത ചിരി. ഇപ്പം മലപ്പുറം ബ്രാൻഡിലെ ഓരോ ചിരിക്കും അതിന്റെ ബാക്കിലൊരു കള്ളത്തരവും അതിന്റെ ബാക്കിലൊരു സത്യാവസ്ഥയും ആളുകളുടെ ഒരു ദയനീയാവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷെ പുതിയ കാലത്തെ സിനിമകൾക്ക് അത്രയും ലൈഫ് ഉണ്ടാവണമെന്നില്ല. ചെറിയ സംഭവങ്ങളിലാണ് വലിയ ചിരികൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ സ്വയം അഡാപ്റ്റ് ആവണ്ടേ? അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ഈ കൂട്ടുകുടുംബ സമ്പ്രദായവും പിന്നെ വന്ന് അണുകുടുംബവും തമ്മിൽ ചിന്തിച്ചാൽ മാത്രം മതി. കൂട്ടുകുടുംബത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കും, എല്ലാ കാര്യങ്ങളും ഒരുമിച്ചിരുന്ന് എന്ന് പറഞ്ഞാൽ നേരത്തെ സിനിമയിൽ ഒരുമിച്ച് ഇങ്ങനെ പാക്കപ്പ് ചെയ്തിട്ട് ആ ഒരു ഏരിയ തന്നെ ഇരുന്ന് മാറി മാറി ഇരുന്ന് ഫുഡ് കഴിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വ്യത്യാസം വന്നു, ഒരു ക്യാരവൻ വന്നു, അത് 2 ക്യാരവനായി. അതായത് ഒരച്ഛനും അമ്മയും 1 or 2 കുട്ടികളും ആകുന്ന കുടുംബങ്ങൾ, അതിനെയാണല്ലോ അണുകുടുംബം എന്ന് പറയുന്നത്. ആ അണുകുടുംബം പോലെയാണ് ക്യാരവൻ. ഭയങ്കരമായ ഒരു പ്രൈവസിയിലേക്ക് അങ്ങ് പോയി, ഒരു സെപ്പറേഷൻ ആയി. അത് ടെക്നിക്കലി അതൊക്കെ വേണമായിരിക്കും. എൻ്റെ കഴിഞ്ഞ സിനിമയിലൊന്നും കാരവൻ ഇല്ലായിരുന്നു. പക്ഷേ കാരവൻ അതെന്താണെന്ന് പറഞ്ഞാൽ 18 ദിവസം ഒറ്റ വീട്ടിലായിരുന്നു ഷൂട്ടിങ്. അവിടെ പിന്നെ കാരവൻ്റെ ആവശ്യമില്ല. 9 ബെഡ്റൂമുള്ള വീടാണ്. 2, 3, 4 ബെഡ്റൂം ആർട്ടിസ്റ്റ് എടുത്താലും അതിനകത്ത് കുഴപ്പമില്ല. ഇപ്പം അതൊക്കെ വേണം എന്നും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഒന്നാമത്തെ കാര്യം, ഔട്ട്ഡോർ സിനിമകളൊക്കെ ആണെങ്കിൽ ലേഡീസിന് ഡ്രസ്സ് ചെയ്യാൻ ഒരു പ്രൈവസി, നല്ല പ്രൈവസി വേണം. അതുപോലെ ജെൻസിനും 2, 3 പേർക്ക് ഇരിക്കാനുള്ള ഒരു സ്ഥലം. അപ്പോൾ കാരവൻ്റെ എണ്ണം ഇപ്പം കൂടുകയാണ്. 2, 3, 4 ഒക്കെ ഉള്ള കാരവനുള്ള സിനിമകളും ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഫണ്ട്, ഒരു ബഡ്ജറ്റാണ് റേസിംഗ് എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ ഇതൊക്കെ വേണം, ആവശ്യമുണ്ടെങ്കിൽ വേണം. മറ്റുള്ള സംവിധായകരുടെ സിനിമയിലേക്ക് സാറിനെ കാസ്റ്റ് ചെയ്യുന്നുണ്ടോ? എന്നെ ചില സിനിമ ഇപ്പോൾ ഈ ഞാനും പിന്നൊരു ഞാനും കഴിഞ്ഞിട്ട് 1-2 സിനിമയ്ക്ക് വിളിച്ചു. അതിൽ ഒരെണ്ണം ചെയ്തു. നേമപുഷ്പരാജൻ്റെ സിനിമയിൽ ഒരു കോട്ടയം അച്ചായൻ്റെ ഒരു ക്യാരക്ടർ ചെയ്തായിരുന്നു. അത് അത്ര വലിയ ഒരു സിനിമയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു കഥാപാത്രമൊന്നുമല്ല, നായികയുടെ അച്ഛൻ. പിന്നെ 1-2 സംസാരിച്ച് പിന്നെ ഒരു സിനിമ ഒരു പെൺകുട്ടി വന്നൊരു കഥ പറഞ്ഞു. പിന്നെ ഒരു സ്ക്രിപ്റ്റ് കിടക്കുകയാണ്, മെയിൻ റോളാണ്. അല്ലാതെ ഈ ഒരു കുറച്ചുകൂടെ കൊമേഴ്ഷ്യൽ സിനിമയിൽ നിന്ന് ആരെങ്കിലും വിളിച്ചോന്ന് ചോദിച്ചാൽ വിളിച്ചില്ല. ആഗ്രഹമുണ്ട്. അങ്ങനത്തെ തനി കച്ചവട സിനിമയിലേക്ക് വരണം എന്ന് തന്നെ ആഗ്രഹമുണ്ട്. ചില ടിപ്പിക്കൽ റോളിന് ഞാൻ ഫിറ്റ് ആകുമെന്ന് എനിക്കറിയാം. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, ഭയങ്കര പോസിറ്റീവായിട്ടുള്ള റോളാണെന്ന് വെച്ചോളൂ. ആദ്യ പകുതിയിലും 2ാമത്തെ പകുതിയുടെ പകുതി വരെയൊക്കെ ഭയങ്കര പോസിറ്റീവാണ്. പക്ഷേ ഇവൻ ലോക കള്ളനും ലോക കുഴപ്പക്കാരനുമാണെന്ന് റിവീൽ ചെയ്യുന്ന ഒരു ക്ലൈമാക്സിൽ ഞാൻ ഇപ്പോൾ കറക്റ്റായിരിക്കും. ഒരു 2-3 സിനിമയിൽ വേണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും, കൂടുതൽ പറ്റത്തില്ല. പിന്നെ നമ്മളെ കാണുമ്പോഴായി അവൻ അവസാനം അവൻ കൊണ്ടുവന്ന് പൊളിക്കും. അതാണ്, അതൊക്കെ വേണമെങ്കിൽ കിട്ടിയാൽ ചെയ്യാമെന്നുണ്ട്. നമുക്ക് ഈ പോസിറ്റീവ് റോള് തന്നെ വേണമെന്നൊന്നുമില്ലല്ലോ. ഏത് മാന്യമായ നെഗറ്റീവായിട്ടുള്ളതൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ളത്. 2 നെഗറ്റീവുണ്ട്. ഒട്ടും മാന്യത ഇല്ലാത്ത നെഗറ്റീവും ഉണ്ട്, മാന്യമായ നെഗറ്റീവും. അയാൾ സൈക്കോളജിക്കലി പ്രോബ്ലം ഉള്ള ആളാണ്. അതായത് എക്സെൻട്രിക് അല്ല, അതിൻ്റെ മേലെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഭ്രാന്ത് പോലെയായിരുന്നു അയാൾക്ക്. ചതിക്കപ്പെട്ട മനസ്സിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നത്. അതായത് 10-14 വയസ്സുള്ളൊരു പെൺകുട്ടി അയാളെ സ്നേഹിച്ച്, വെറുതെ നടന്ന് അയാളെ പുറകെ നടന്ന് സ്നേഹിച്ച്, അവർ തമ്മിൽ ശാരീരികമായ ബന്ധം പുലർത്തി, ആദ്യമായിട്ട് പെണ്ണിൻ്റെ ഗന്ധം അനുഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഒരു തമാശയല്ലേ ദാമു? അതൊക്കെ ദാമു അതും പറഞ്ഞുകൊണ്ട് കിടന്നാൽ എങ്ങനെയാണ്? ഇറങ്ങിപ്പോ, ഗെറ്റ് ഔട്ട്. ആ ഗെറ്റ് ഔട്ടും ഇറങ്ങിപ്പോകില്ല, അയാൾ തകർന്നു പോയി. അവിടെ നിന്നാണ് അയാളുടെ അത്രയും സാധുവായ അയാൾ, അതാണ് പാവം ക്രൂരൻ. പിന്നെ അയാൾക്ക് ഈ ഏജിലുള്ള കുട്ടികളെ കണ്ടാൽ അയാൾക്ക് കൊല്ലുക എന്നുള്ളതാണ്. ഏകദേശം ആ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഒരുപാട് സിനിമകളും വന്നിട്ടുണ്ടല്ലോ. അപ്പം എന്തുകൊണ്ട് സാറിന് അതൊന്ന് റീടെൽ ചെയ്തുകൂടാ? ഇപ്പം വേണമെങ്കിൽ ചെയ്യാം, ഇപ്പം ചെയ്യാം. ഞാൻ പലരും സംസാരിക്കുന്നുണ്ട് റീമേക്ക് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്, ഗംഭീര സംഭവമാണ് അത്. പക്ഷെ അതിൻ്റെ സ്റ്റോറി ലൈനൊന്ന് മാറ്റേണ്ടി വരും. ഞാനിനി അത് ചെയ്യുകയാണെങ്കിൽ ഹീറോയെ മാത്രമേ എടുക്കത്തുള്ളൂ. ഹീറോയിൻ പോലും ആ ഒരു ട്രാക്കിൽ വരാതെ നോക്കണം. അന്നൊരു വീട്ടിൽ ഇയാൾ തോട്ടക്കാരനായിട്ട് അങ്ങനെയൊക്കെ ഇപ്പോൾ നിന്നാൽ ഒരു മൊണോട്ടണി പോലെ വരും. ഇപ്പോഴത്തെ സിനിമയിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മൊണോട്ടണി കൊടുക്കരുത്, പ്രതീക്ഷിക്കുന്നതും കൊടുക്കരുത്. ഒരു കോളിംഗ് ബെല്ലിയായിട്ട്
ഇത് തുറക്കുന്ന ആൾ ദാമോദരനെയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അവിടെ ചെല്ലപ്പം നിൽക്കണം. അതാണ് ഇപ്പോഴത്തെ സ്ക്രിപ്റ്റിംഗ് എന്നുള്ളത്. അതാണ് ഒരിക്കലും ഇപ്പോൾ ദാമോദരനായിരിക്കും അവിടെ നിൽക്കുന്നത് എന്ന് വിചാരിച്ചിങ്ങനെ എല്ലാവരും ഡയറക്ടേഴ്സാണ്. ഈ 250 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കുന്നവരുടെയൊക്കെ ഉള്ളിലൊരു സംവിധായകൻ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ സംവിധായകനെ നമ്മൾ തോൽപ്പിച്ചാൽ സിനിമ ഹിറ്റാണ്. അതിനുള്ള പിന്നെ മറ്റൊന്നും കൂടെ ഉണ്ട്. ഇപ്പോൾ നല്ല അത്യാവശ്യം പൈസ ഉള്ള വീട്ടിലെ പിള്ളേരുടെ കയ്യിലൊക്കെ നല്ല മൊബൈലുണ്ട്. അവർ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് ഉണ്ടാക്കുന്ന ചില ഷോർട്ട് ഫിലിംസ് ഉണ്ട്, നല്ലതാണ്. ഞാൻ ഇടയ്ക്ക് ജൂറിയായിട്ടൊക്കെ ചില ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് പോകാറുണ്ട്. 100-150 എണ്ണം അവർ കണ്ടിട്ട് എൻ്റെ കയ്യിലേക്ക് ഒരു 15 എണ്ണം തരും. ഈ 15 എണ്ണവും നമുക്ക് മാർക്കിടാൻ പറ്റാത്ത രീതിയിൽ നല്ലതാണ്. ഷോർട്ട്സ്, സൗണ്ട്. എന്നാൽ ഇവർക്കൊക്കെ എല്ലാം കൂടെ എന്തായെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞത് ഞങ്ങൾക്കൊരു 25,000 രൂപ, ഇതൊക്കെ എങ്ങനെ എടുക്കുന്നത് നമുക്കറിയില്ല. അല്ലെങ്കിൽ 30,000 രൂപ, അല്ലെങ്കിൽ അങ്ങേറ്റം പോയി 50,000 രൂപയ്ക്ക് 5-6 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റുള്ള ഷോർട്ട് ഫിലിം എടുത്ത് നമ്മളെ ഞെട്ടിക്കുകയാണ്. ഇപ്പം നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് അതിൻ്റെ മേലെ ഉള്ളത് തന്നെ ആയിരിക്കണം. അങ്ങനെയും കൂടെ ഉണ്ട്. ഇപ്പോൾ ഈ റിവ്യൂവിങ്, ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം തന്നെ അതിൻ്റെ ഒരു വേർഡിറ്റും കൂടി വരികയാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു പോപ്പുലറായ റിവ്യൂവർ ഒരു പടത്തിനെ പറ്റി മോശം പറഞ്ഞാൽ ഇപ്പം അത് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണെങ്കിൽ പോലും അയാളെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഇത് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള തോട്ടിൽ ആ സിനിമ കാണാതെ പോകുന്ന ആളുകളുണ്ട്. ഇപ്പോൾ അശ്വന്ത് ഗോക്ക് എന്ന് പറയുന്ന ഒരു റിവ്യൂവർക്ക് ഭീഷ്മ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പേഴ്സണലി അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂസ് ഫോളോ ചെയ്ത് അശ്വന്ത് ഗോക്കായിട്ടുള്ള റിവ്യൂസിനോടുള്ള അടുപ്പം കാണിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്ക് ഭീഷ്മ ഇഷ്ടമുള്ള സിനിമയാണ്. എൻ്റെ ഏറ്റവും ഗോ ടു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വളരെ എസ്തെറ്റിക്കലി ഷോർട്ട് സിനിമയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ഈ റിവ്യൂവേഴ്സിന്റെ അഭിപ്രായത്തിന്റെ പുറത്ത് അവരുടെ ഒരു ഇന്റലിജൻസിനെ അല്ലെങ്കിൽ അവരുടെ ഒരു ആക്സെപ്റ്റൻസിനെ അല്ലെങ്കിൽ അവരുടെ ഒരു ചോയ്സിനെ പ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഇപ്പോഴത്തെ പ്രേക്ഷകരുടെ അവസ്ഥയുണ്ടല്ലോ, അത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എനിക്ക് പറയാനുള്ളത്, ഈ റിവ്യൂ പറയുന്ന ഒരാളുടെ മാത്രം അഭിപ്രായമല്ല ഒരു സിനിമയുടെ വിജയവും പരാജയവും. അതിനൊരു സമയം കൊടുക്കണം. ഒരു സിനിമ കണ്ടിറങ്ങുന്ന ആൾക്കാർ പരസ്പരം പറഞ്ഞ് ഒന്നുകിൽ ആ സിനിമ പരാജയപ്പെടുന്നു അല്ലെങ്കിൽ വിജയിക്കുന്നു. ആദ്യമേ തന്നെ റിവ്യൂവർ പറയുകയാണ് ഈ സിനിമ കൊള്ളത്തില്ല എന്നങ്ങ് പറഞ്ഞ് പരത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം സിനിമയുടെ പിന്നിൽ എഫേർട്ട് മാത്രമല്ല, ഒരുപാട് പേരുടെ എഫേർട്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, ഒരുപാട് കോടികൾ മുടക്കിയാലേ ഒരു സിനിമയാവുള്ളൂ. പിന്നെ ഇൻഡസ്ട്രി നിലനിൽക്കണം. ഇൻഡസ്ട്രി നിലനിൽക്കണമെന്നും കൊണ്ട് ഇറങ്ങുന്ന സിനിമ മുഴുവൻ സൂപ്പറാണെന്ന് പറയണമെന്നുള്ള അർത്ഥത്തിലല്ല. കുറച്ച് സമയം, ഒരു 3-4 ദിവസം സമയം ഇയാളും ഒന്ന് പഠിക്കണം. ഈ സിനിമ എനിക്ക് മാത്രമാണോ മോശമായിട്ട് തോന്നിയത്? ഒരു 2-3 ഷോയ്ക്ക് കയറി മറ്റുള്ളവരുടെ കൂടെ ഇരുന്നൊന്ന് കാണണം. അവരത് എൻജോയ് ചെയ്യണമെങ്കിൽ അയാൾക്ക് അങ്ങനെ പറയാം. സിനിമയിലെ പല സംഗതികളും എനിക്ക് യോജിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ പല തിയേറ്ററിൽ സിനിമ കണ്ടു. അവിടെ ഇരിക്കുന്നവർ ആ സിനിമ ആസ്വദിക്കുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനാണ് ഇതിനെ കുറ്റം പറയുന്നത് എന്ന് പറയുന്ന ഒരു റിവ്യൂ സ്റ്റൈല് വരാമെങ്കിൽ സൂപ്പർ. എന്താ പേഴ്സണലി യോജിക്കാൻ പറ്റാത്ത ഇപ്പോഴത്തെ പുതിയ കാലത്തെ സിനിമയിൽ? ഏത് സിനിമ? ഇപ്പോൾ പുതിയ കാലത്തെ സിനിമകളിൽ പോപ്പുലർ ആയിട്ടുള്ളൊരു സിനിമയാണ്. ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഈ ഡിജിറ്റൽ വന്നതിന് ശേഷം പഠിക്കാതെയും ഒന്നും ആലോചിക്കാതെയൊക്കെ സിനിമ എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു 1.5 കോടി 2 കോടിയൊക്കെ കയ്യിൽ കിട്ടിയാൽ ചുരുട്ടിക്കൂട്ടി ഒരു സിനിമ എടുക്കാനുള്ള അങ്ങനത്തെ ഒരു ഉണ്ട്. നമുക്കൊന്നും അത് അറിഞ്ഞുകൂടാ. നമുക്കൊരു മാന്യമായ ബഡ്ജറ്റിലേ സിനിമ എടുക്കാൻ പറ്റത്തുള്ളൂ.